Good morning, everyone, and welcome to the next sponsorship vlog. Welcome to അടുത്ത sponsorship vlog. Vlog അല്ല video. എന്നും തെറ്റും. So ഇന്നലത്തെ പോലെ, so if you guys have seen my last video, I had made a video on pharmacist. So I think so it will be helpful for you guys. ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. So they have inquired a lot about that opportunity. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആയില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്ലീസ് റെഫർ സം ഓഫ് യുവർ ഫ്രണ്ട്സ് ഹു മസ്റ്റ് ബി ഇൻ നീഡ്. സോ ആർക്കെങ്കിലും ഒക്കെ ഹെൽപ്ഫുൾ ആവട്ടെ. സോ നിങ്ങൾക്ക് ഏതായാലും ആ പ്രീവിയസ് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഇവിടെ മഴയാണ്, സോ അത് കാരണം കുടയും പിടിച്ച് നടക്കുന്നത്. സോ ഏതായാലും തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. സോ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഇന്ന് വീഡിയോ പറയുന്നതിനെക്കാട്ടിലും മുന്നേ കെയർ വിസ അല്ലെന്നുണ്ടെങ്കിൽ കെയർ സ്വിച്ച് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ആൾക്കാർക്ക് ഒരു ലോട്ടറിയാണ്. കാരണം ഇന്നൊരു ഫീമെയിൽ കെയർ അസിസ്റ്റന്റിന്റെ സ്പോൺസർഷിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്കറിയത്തില്ല മെയിലിനോട് എന്താ ഇത്ര പ്രശ്നമെന്ന്. എപ്പോൾ നോക്കിയാലും ഫീമെയിൽസിന് വേണ്ടി മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് റിക്വയർമെന്റ്സ് ഉണ്ട് അവർ പറഞ്ഞിരിക്കുന്നത്. റിക്വയർമെന്റ്സ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാറും ലൈസൻസും എസെൻഷ്യൽ ആണ്. അവർ അത് തീർച്ചയായിട്ടും ഒരിക്കലും നെഗോഷ്യബിൾ ചെയ്യത്തില്ല. ഈ വീഡിയോ ഞാൻ ഈ ഒരു കെയർ ഹോമിനെ കുറിച്ച് ഞാൻ പ്രീവിയസ്ലി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോഴും ആ സമയത്തും അവർ സെയിം ഓപ്പണിങ്സ് ആയിരുന്നു ഇട്ടേക്കുന്നത്. ആ സെയിം ഓപ്പണിംഗ് തന്നെയാണ് അവരിപ്പോഴും പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനകത്തൊരു ചേഞ്ച് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ലൊക്കേഷൻ എഡിംബ്ര ആയിരുന്നു, സ്കോട്ട്ലൻഡ്. ഇപ്പം വേറെ ഒരു ലൊക്കേഷനാണ്. സോ ഏതായാലും അതിന്റെ ഡീറ്റെയിൽസും അതിന്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്ക് അവിടുന്ന് ആ ലിങ്ക് സോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് പോസ്റ്റ് ചെയ്തേക്കാം. ഗുണാൽ മഴ കാരണം ഭയങ്കര കാര്യം. സോ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അതിന്റെ ഡിസ്ക്രിപ്ഷൻ. പിന്നെ അതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം. കാരണം നമുക്ക് ജസ്റ്റ് നമ്മുടെ നോർമൽ CV അപ്ലോഡ് ചെയ്താൽ മതി. അതിന്റെ പ്രൊസീജിയർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി നിങ്ങൾ നഴ്സറി ടീച്ചറിന്റെ വീഡിയോ കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതിനകത്ത് സെയിം പ്രൊസീജിയർ ആയിരുന്നു. നമുക്ക് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ CV അപ്ലോഡ് ചെയ്യുക. സോ ഇഫ് യു ഹാവ് എ ഗുഡ് CV you can straight away fill your informations and apply for this job role. പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് നോക്കി കണ്ട് വേണം ചെയ്യാൻ വേണ്ടി. എല്ലാ എസെൻഷ്യൽ ക്രൈറ്റീരിയ വായിച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടി. സോ റിജക്ഷൻ കിട്ടാൻ വേണ്ടി ചാൻസസ് കുറവായിരിക്കും. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് who is looking for visa sponsorship job role, please refer and share this link with them. പിന്നെ അതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, അവർ പറഞ്ഞിട്ടുണ്ട് ഇന്റർനാഷണൽ കാൻഡിഡേറ്റ്സിന് ഏതായാലും അവർ റിക്രൂട്ട് ചെയ്യുന്നില്ല. പിന്നെ വിസ സ്വിച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ, ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻസ് ഹു ഫിനിഷ് ദെയർ അക്കാഡമിക് കോഴ്സസ്, അല്ലെങ്കിൽ ഡിപ്പെൻഡൻസ്, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കറന്റ്ലി ജോബ് സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ കറന്റ്ലി ഒരു COSലാണെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തരുന്നതല്ലായിരിക്കും. സോ ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. മഴ കാരണം കൂടുതൽ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ട്രെയിൻ സ്റ്റേഷനിലെത്താൻ ലേറ്റ് ആവുന്നു. സോ ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. കുട ഒടിഞ്ഞു, കുട പോയി കിട്ടി, കയ്യും ഫുള്ള് മരവിച്ചു, തണുത്ത്.